Assalamu alaikum wa rahmatullahi wa barakatuh. Recording in progress. ഷെയ്ഖ് മുഹമ്മദ് ഹംദി യസർ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഖിലാഫത്തിൻ്റെ തന്നെ വിധി നിർണയിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച ഒരു പണ്ഡിതനാണ്. അതുപോലെ തന്നെ ഖിലാഫത്തിൻ്റെ അല്ലെങ്കിൽ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തന്നെ സുപ്രധാന ഭരണാധികാരിയായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും ശക്തനായ അവസാനത്തെ ഭരണാധികാരി എന്ന് വിളിക്കാൻ പറ്റുന്ന സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിൻ്റെ പതനത്തിലോട്ട് പോലും നയിച്ച ചിന്തകളും കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്സുകളും മുന്നോട്ട് വെച്ച ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദ് ഹംദി യസർ എന്ന് വിളിക്കപ്പെടുന്ന എൽമമൽ ഹംദി യസർ എന്ന പണ്ഡിതൻ 1878 ജനിക്കുകയും 1942 മരണമടയുകയും ചെയ്യുന്ന അദ്ദേഹം ഉസ്മാനിയ ഖിലാഫത്തിലെയും പിന്നീട് ആധുനിക തുർക്കിയുടെയും മുസ്തഫ കമാൽ പാഷയുടെ കീഴിലുള്ള ആധുനിക തുർക്കിയുടെയും മാറ്റങ്ങൾ കണ്ട് അതിൽ നിന്ന് പിൻവാങ്ങിയ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങി എഴുത്ത് മേഖലയിലേക്ക് പിൽക്കാലത്ത് അദ്ദേഹം മാറുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ബയോഡാറ്റ ആദ്യം പറയണം. 1878 അദ്ദേഹം അനത്തോളിയൻ ഭാഗത്തെ എൽമ എന്ന് പറയുന്ന ഭാഗത്ത് ജനിക്കുന്നത്. അതുകൊണ്ടാണ് എൽമലൽ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം നേരത്തെ തന്നെ ഖിലാഫത്തിൻ്റെ തന്നെ അധികാരത്തിൻ്റെ പരിധിയിലുള്ള ഭാഗങ്ങളിൽ ഒരു ക്ലർക്കായി, അതായത് നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗത്തിൻ്റെ അതിലൊരു ഹെഡായ ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ഹോജ നോമാൻ എഫന്തി എന്ന് വിളിക്കപ്പെടുന്ന പണ്ഡിതൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാവും ഫാത്തിമ ഹാനും പോലും ആ എൽമലി എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതൻ്റെ മകളും കൂടിയാണ്. അപ്പോൾ ഒരു പണ്ഡിത കുടുംബത്തിലും ഖിലാഫത്തിൻ്റെ തന്നെ കീഴിലുള്ള ഒരു ബ്യൂറോക്രസിയുടെ പ്രധാന ഭാഗമായ ഒരു കുടുംബത്തിലും കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പിൽക്കാല ജീവിതം, അതായത് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസങ്ങളെല്ലാം കുടുംബത്തിൽ നിന്നും ആ എൽമ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ചുറ്റുപാടിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം 1895 ആ പ്രാഥമിക വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം ഇസ്താംബുളിലേക്ക് യാത്ര തിരിക്കുന്നുണ്ട്. അവിടെ ബായസീദ് മസ്ജിദിൻ്റെ ചാരത്ത് തന്നെയുള്ള മദ്രസയിൽ അദ്ദേഹം അവിടെ പഠിക്കുകയും അവിടുത്തെ പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്ന മഹ്മൂദ് എഫന്തിയുടെ കീഴിൽ വിദ്യാഭ്യസിക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം 1905 ആ പഠനത്തിന് ശേഷം അദ്ദേഹം ഈ കാളിമാരാവാൻ, ജഡ്ജിമാരാവാനുള്ള ഒരു പരീക്ഷ അവിടെയുണ്ട്. ആ പരീക്ഷയിൽ അദ്ദേഹം പാസ്സാവുന്നുണ്ട്. പിന്നീട് 2 വർഷത്തിന് ശേഷം 1908 അദ്ദേഹം പിന്നീട് അവിടുന്ന് കാളി പരീക്ഷയിൽ തന്നെ ഗ്രാജുവേറ്റ് ആവുകയും ആ ഒരു പൊസിഷൻ ലഭിക്കുകയും അതേ ബായസീദ് മസ്ജിദ് അദ്ദേഹം പഠിച്ച അതേ മസ്ജിദിൽ തന്നെ അദ്ദേഹം അവിടെ ലെക്ചററായി മാറുകയും അവിടെ ഖുർആനുമായി ബന്ധപ്പെട്ടും ഫിഖ്ഹുമായി ബന്ധപ്പെട്ടും അതുപോലെ ഇങ്ങനെയുള്ള വിവിധ ഇസ്ലാം സ്റ്റഡീസിൻ്റെ കൺവെൻഷണൽ നോളജ് കൈകാര്യം ചെയ്യുന്ന ഒരു പണ്ഡിതനായും ഒരു അധ്യാപകനായും അദ്ദേഹം അവിടെ മാറുന്നുണ്ട്. കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും ആഴത്തിലുള്ള പാണ്ഡിത്യം അദ്ദേഹത്തിൻ്റെ അധ്യാപകരാൽ തന്നെ അംഗീകരിക്കപ്പെടുന്ന ഒരാളായി മാറുന്നു എന്നതുകൊണ്ട് തന്നെയാണ് പ്രമുഖമായ ബായസീദ് മസ്ജിദിലെ മദ്രസയിൽ അവിടെ തന്നെ പഠിച്ച അതേ സ്ഥാപനത്തിൽ തന്നെ പിന്നീട് അദ്ദേഹം അധ്യാപകനായി മാറുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. പിന്നീടാണ് അതിനുശേഷം 1908 വരുമ്പോൾ തുർക്കിയുടെ അല്ലെങ്കിൽ ഖിലാഫത്തിൻ്റെ തന്നെ സുപ്രധാന വിവാദപരമായ ഖിലാഫത്തിൻ്റെ ചരിത്രത്തെ ഗതി നിർണയിക്കുന്ന സംഭവവികാസങ്ങൾ ഉണ്ടാവുന്നത്. 1900 ശേഷം യുവതുർക്കികളുടെ ഉദയമുണ്ടാവുന്നു. യുവതുർക്കികൾ വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡായ ആൾക്കാരാണ്. അതിൻ്റെ കൂടെ തന്നെ നിക്ഷിപ്ത താല്പര്യക്കാർ അവരുടെ വളർച്ചയിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നമുക്ക് ചരിത്രത്തിൽ നോക്കുമ്പോൾ കാണാം. ഈ ഒരു സാഹചര്യത്തിലാണ് അവിടെ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടവും കൂടിയാണ്. 1875-76 കാലങ്ങളിൽ മുമ്പ് തൻസീമാത്ത് അവിടുത്തെ പരിഷ്കരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ പാർലമെൻറ്റ് അദ്ദേഹം നീക്കിക്കളയുകയും
എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അധികാരത്തിലേക്ക് മുഴുവൻ ഭരണകൂടത്തെയും ഖിലാഫത്തിനെയും കൊണ്ടുവരുന്ന ഒരു ഘട്ടവും കൂടിയാണ്. അതിങ്ങനെ നടന്നു പോയിരിക്കുന്ന സാഹചര്യത്തിലാണ് അതിൻ്റെ ഒരു ബാക്കിപത്രം എന്ന നിലയിൽ യുവതുർക്കികൾ ഉയർന്നു വരികയും അവിടെ ഒരു നാഷണലിസ്റ്റ് ടെൻഡൻസി ശക്തമാവുകയും ഖിലാഫത്ത് എന്ന അധികാര സ്ഥാപനത്തിന് എതിരെ ശക്തമായ വികാരമുണ്ടാവുകയും അതിനെതിരെ പ്രോപ്പഗണ്ടകൾ ഉണ്ടാവുകയും അതിനു വേണ്ടി തന്നെ ക്യാമ്പയിനുകൾ രൂപപ്പെടുകയും പണ്ഡിതന്മാരെ ക്യാൻവാസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാലവും കൂടിയായിരുന്നു ആ ഒരു 1900-ങ്ങൾക്ക് ശേഷമുള്ള കാലം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇസ്തംബൂളിലേക്ക് വരുന്നത്. ഇസ്തംബൂൾ, അങ്കാറ എന്ന് പറയുന്ന ഭാഗം നമുക്കറിയാം ഉസ്മാനിയ ഖിലാഫത്തിന് തന്നെ സുപ്രധാനമായ അധികാര കേന്ദ്രങ്ങളാണ്, പ്രത്യേകിച്ച് ഇസ്തംബൂൾ പോലുള്ള ഭാഗങ്ങൾ. അവിടെയൊക്കെ അദ്ദേഹം അവിടെ എത്തുകയും അവിടുത്തെ തന്നെ നിരവധി മജ്ലിസ്, മാരിഫ് പോലുള്ള എഡ്യൂക്കേഷണൽ കൗൺസിലിലെ പ്രധാന മെമ്പറായും അദ്ദേഹം മാറുന്നുണ്ട്. അതുപോലെ അതിനുശേഷം അവിടുത്തെ തന്നെയുള്ള ദർസയാം എന്ന് വിളിക്കപ്പെടുന്ന പബ്ലിക് ലെക്ചർ നടത്താൻ പറ്റുന്ന ഒരു പബ്ലിക് ലെക്ചററായി. ഇതൊക്കെ ഖിലാഫത്തിലെ തന്നെ വിദ്യാഭ്യാസ ക്രമത്തിലെ പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകളാണ്. അല്ലെ, ഒരാൾക്ക് വന്ന് പബ്ലിക് പ്രഭാഷണം നടത്തുക എന്നതിനേക്കാളും അപ്പുറം ഇജാസത്ത് ലഭിക്കുന്ന, സനത് ലഭിക്കുന്ന, സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ഒരു ചരിത്രവും കൂടി മുമ്പ് കാലത്ത് ഖിലാഫത്തിനുണ്ടായിരുന്നു. അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇങ്ങനെയാണ് വർക്ക് ചെയ്യപ്പെട്ടിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം അവിടുത്തെ ഒരു സോഷ്യൽ ലൈഫ് ആരംഭിക്കുകയും വിദ്യാഭ്യാസ ക്രമത്തിൽ പ്രധാന പങ്കാളിയാവുകയും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ കൗൺസിൽ തന്നെ പ്രധാന മെമ്പറായി തീരുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് 1908 ഒരു റവല്യൂഷൻ അവിടെ ഉണ്ടാവുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം കമ്മിറ്റി ഫോർ പ്രോഗ്രസ് എന്ന് പറയുന്ന അവരുടെ CUP എന്ന് വിളിക്കപ്പെടുന്ന യുവതുർക്കികളുടെ സംഘടനയുടെ തന്നെ സപ്പോർട്ടോട് കൂടി തന്നെ അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യഘട്ടങ്ങളിൽ യുവതുർക്കികളെന്ന് വിളിക്കപ്പെടുന്നവർ തന്നെയും ഖിലാഫത്തിൻ്റെ തന്നെ അധികാര കേന്ദ്രങ്ങളിലുള്ള, പ്രത്യേകിച്ച് മിലിറ്ററി ഫീൽഡിലുള്ള, അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലുള്ള ആൾക്കാരും കൂടിയാണ്. അപ്പോൾ അവരുടെ രീതികളൊക്കെയും അന്ന് ഒരു ന്യൂ വേവ് സൃഷ്ടിക്കണം എന്നുള്ള സ്വപ്നം പലർക്കും ഉണ്ടായിരുന്നു. യുവതുർക്കികളുടെ കൂടെ തന്നെ അവരുടെ സപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാരെല്ലാം ഖിലാഫത്തിൻ്റെ സുസ്ഥിരമായ നടത്തിപ്പിന് വേണ്ടി ചിന്തിച്ചവരും കൂടിയായിരുന്നു. നമുക്ക് നോക്കാം, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന സായിദ് നൂർസി അടക്കമുള്ള, മുസ്തഫ സബരി അടക്കമുള്ള ആൾക്കാരൊക്കെയും ആദ്യഘട്ടങ്ങളിൽ യുവതുർക്കികളെ സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ഒരു തരത്തിൽ അവർ നാഷണലിസ്റ്റുകളാണ്. ഉസ്മാനി ഖിലാഫത്തിന് അതിൻ്റെ ഒരു സംരക്ഷണത്തെ ഏറ്റെടുത്തവരാണ്. അതിൻ്റെ കൂടെ തന്നെ അവിടുത്തെ ഒരു സാമൂഹിക രാഷ്ട്രീയ സുസ്ഥിരത ഉറപ്പുവരുത്തുന്നവരാണ്, പുതിയ ചിന്തകൾ മുന്നോട്ട് വെക്കുന്നവരാണ് എന്നൊക്കെയുള്ള മാനങ്ങളിൽ വെച്ചുകൊണ്ട് അന്നുള്ള മിക്ക പണ്ഡിതന്മാരും ഷേഖ് മുസ്തഫ സബരി പോലുള്ള, സായിദ് നൂർസീനെ പോലുള്ള, ഇദ്ദേഹത്തെ പോലുള്ള, മുഹമ്മദ് ഹംദി യസനെ പോലുള്ള ആൾക്കാർ യുവതുർക്കികളെയും അന്ന് സപ്പോർട്ട് ചെയ്തതായി കാണുവാൻ കഴിയും. ആ സപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം പാർലമെൻറ്റിലെ ഡെപ്യൂട്ടിയായിട്ട് പോലും 1908 തിരഞ്ഞെടുക്കുന്നുണ്ട്. 1909 അദ്ദേഹത്തിൻ്റെ തീരുമാനപ്രകാരം, അതായത് അദ്ദേഹത്തിൻ്റെ തീരുമാനപ്രകാരം എന്ന് പറയാൻ കാരണം ഈ യുവതുർക്കികളുടെ സപ്പോർട്ടോടും കൂടിയും അവർ തന്നെ നിയമിച്ച പണ്ഡിത സഭയുടെ പ്രധാനപ്പെട്ട ആളായിരുന്നു മുഹമ്മദ് ഹംദി യാസർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഫത്വ രൂപീകരണം സംഭവിക്കുന്നു. ഫത്വ അത് പിന്നീട് അന്നത്തെ അവസാനത്തെ ഖലീഫയായിരുന്ന, ശക്തനായ ഖലീഫയായിരുന്ന സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. അതായത് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു എന്ന് വെച്ചാൽ ഈ ഫത്വ അവിടുത്തെ അന്നുണ്ടായിരുന്ന അസംബ്ലിയിൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതായത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിനെ ഖിലാഫത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു, പുതിയ ഖലീഫയെ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഫത്വയുടെ ചർച്ച നമുക്ക് പിന്നീട് പറയാം. അപ്പം ആ ഒരു ഫത്വ ഡോക്യുമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ശില്പിയാണ്, അല്ലെങ്കിൽ യുവതുർക്കികളുടെ സപ്പോർട്ടോടു കൂടി ആ ഒരു ഫത്വ രൂപീകരിച്ച പ്രധാനപ്പെട്ട പണ്ഡിതനാണ് എൽമലൽ മുഹമ്മദ് ഹംദി യാസർ എന്ന് വിളിക്കപ്പെടുന്ന പണ്ഡിതൻ. ആ 1900 അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് ശേഷം പിന്നീട് യുവതുർക്കികളുടെ കയ്യിലേക്ക് ഖിലാഫത്ത് വരികയും പിന്നീട് നിരവധി യുദ്ധങ്ങൾ 1900-ങ്ങൾക്ക് ശേഷം 10-ന് ശേഷം 18 വരെയുള്ള ഒന്നാം ലോക യുദ്ധ ഒരു പശ്ചാത്തലമൊക്കെ നമുക്കറിയാൻ കഴിയും. ആ ഒരു സാഹചര്യത്തിൽ യുവതുർക്കികൾ പരമാവധി ഖിലാഫത്തിൻ്റെ അധികാര സ്ഥാപനങ്ങൾ മുഴുവൻ കൈയടക്കുകയും
അവരുടെ നയനിലപാടുകൾ പൊതുവെ പ്രഖ്യാപിക്കാനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒപ്പം സയോണിസ്റ്റുകൾക്കൊപ്പമുള്ള അവരുടെ നിലപാടുകൾ കൂടുതൽ വെളിവാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലും കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ ചില രാഷ്ട്രീയ മാറ്റങ്ങൾ, നയമാറ്റങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1918 ഇദ്ദേഹം അവിടെയുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ദാറുൽ ഹിക്മ അൽ ഇസ്ലാമിയ, അവിടുത്തെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമാണ്, അതിൻ്റെ പ്രസിഡൻ്റായി മാറുന്നുണ്ട്. അതും ഇവരുടെ തന്നെ സപ്പോർട്ടോടും കൂടിയാണ്, യുവ തുർക്കികളുടെ തന്നെ സപ്പോർട്ടോടു കൂടി തന്നെയാണ് ആ മാറ്റം സംഭവിക്കുന്നത്. അതിനുശേഷം അന്ന് ഉണ്ടായിരുന്ന ദമാത് ഫരീദ് പാഷയുടെ പ്രധാനമന്ത്രിയായിരുന്ന പാർലമെൻറ്റിലെ മിനിസ്റ്ററായി പോലും അദ്ദേഹം മാറുന്നുണ്ട്. ഒരു മദ്രസാധ്യാപകനിൽ നിന്ന്, ഖാദിയിൽ നിന്ന്, എലക്റ്റഡായ പാർലമെൻറ്റിലെ മെമ്പറിൽ നിന്ന് പിന്നീട് അവിടുത്തെ മുഖ്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായി മാറുക, അതിനുശേഷം അവിടുത്തെ ഒരു മന്ത്രിസഭ, ഔക്കാഫ് കൈകാര്യം ചെയ്യുന്ന പ്രധാന മന്ത്രിയായി മാറുന്ന, അതിൻ്റെ കൂടെ 1919 തന്നെ അദ്ദേഹം സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു, അതായത് ഹയ്യർ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇങ്ങനെ ക്രമപ്രവൃദ്ധമായ ഒരു രാഷ്ട്രീയ വളർച്ച, ഒരു മതപരമായ വളർച്ച, അവിടുത്തെ ആ മതപരമായ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് അദ്ദേഹം തന്നെ സുൽത്താൻ അബ്ദുൽ ഹമീദിൻ്റെ സ്ഥാനത്യാഗത്തിന്, ഭർഷണത്തിന് പ്രധാനപ്പെട്ട കാരണക്കാരായി മാറുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1923 കൂടി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ, ജീവിതത്തിൽ ഈ യുവ തുർക്കികളോടുള്ള, അല്ലെങ്കിൽ കമാൽ പാഷ അധികാരം മുഴുവൻ കയ്യിലാക്കി ആധുനിക റിപ്പബ്ലിക് പ്രഖ്യാപിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് പതുക്കെ പിന്മാറുന്നു. കാരണം കമാൽ പാഷ അധികാരത്തിൻ്റെ ഭാഗമായി തീരുന്നതോടുകൂടി പിന്നീട് സംഭവിക്കുന്നത് ഖിലാഫത്ത് മുഴുവൻ ഇല്ലാതാവുന്നു, സൽത്തനത്ത് ഇല്ലാതാവുന്നു. അതായത് സൽത്തനത്ത് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അതോറിറ്റിയാണ്, ഖിലാഫത്ത് എന്ന് പറയുന്നത് അന്നൊരു സിംബോളിക് ഒരു റെപ്രസെൻറ്റേഷനാണ്. ഇത് മുഴുവൻ ഇല്ലാതാവുകയും ആധുനിക തുർക്കി രൂപപ്പെടുകയും ചെയ്തതോടുകൂടി പിന്നീടുണ്ടാവുന്ന യൂറോപ്പനൈസേഷൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമായ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ നിന്ന് അതിനോട് നീരസം പ്രകടിപ്പിക്കുകയും അതിനുശേഷം യുവ തുർക്കികളുടെ പ്രധാനപ്പെട്ട ഒരു ക്രിട്ടിക്കായി മാറുകയും അവിടുന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു അന്തർമുഖത്വം, ഒരു പിന്മാറ്റം പ്രഖ്യാപിക്കുകയും പിന്നീട് ബാക്കി വന്ന ലൈഫ് 1923 ശേഷം 42 വരെയുള്ള ഏകദേശം 20ഓളം വർഷക്കാലം അദ്ദേഹം എഴുത്തിലും ചിന്തയിലുമായിട്ട് ജീവിതം ഒഴിച്ചു വെക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ നിരവധി രചനകൾ, അറബി ഭാഷയിൽ നിന്ന് ആധുനിക തുർക്കിയിലേക്കുള്ള ട്രാൻസ്ലേഷൻ, മെത്താലിബ് മെഹാസിബ് എന്ന് പറയുന്ന കിതാബിനെ പോലുള്ള ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് ഒരു എൻസൈക്ലോപീഡിയ, ഒരു ഫിഖ്ഹിൻ്റെ തരത്തിലുള്ള, ഫിഖ്ഹിൻ്റെ വിവിധ അഭിപ്രായങ്ങളെ സ്വരൂപിക്കുന്ന തരത്തിലുള്ള ഒരു എൻസൈക്ലോപീഡിയ എന്ന പോലുള്ള ഒരു കിതാബ് അദ്ദേഹം രചിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഘട്ടത്തിൽ ഈ കമാൽ പാഷയുമായി പിണങ്ങുന്നതിന് മുമ്പ് കമാൽ പാഷയുടെ തന്നെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹക്ക് ദീനി, ഖുർആൻ ദിലി എന്ന് വിളിക്കപ്പെടുന്ന ഖുർആനിൻ്റെ ട്രാൻസ്ലേഷൻ ആധുനിക തുർക്കിയിലേക്ക്, അതായത് കമാൽ പാഷ രൂപീകരിച്ച തുർക്കി ഭാഷയിലേക്കുള്ള ആധുനിക ഖുർആൻ ട്രാൻസ്ലേഷൻ പോലും നടത്തുന്നത് ഇദ്ദേഹമാണ്. അപ്പം ആ ഖുർആൻ ട്രാൻസ്ലേഷൻ പോലും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് വ്യക്തമാണ്. ഖിലാഫത്തുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ അദ്ദേഹം അതിൽ സംസാരിക്കുന്നുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലൈഫ്. പിന്നീട് 1942 മെയ് 27 അദ്ദേഹം മരണമടയുകയാണ് ചെയ്യുന്നത്. ആ ഒരു കാലഘട്ടമാകുമ്പോഴത്തേക്കും കമാലിസത്തിനെതിരെയുള്ള ശക്തമായ നിലപാട് പ്രഖ്യാപിക്കുന്ന, എന്നാൽ മുമ്പ് കാലത്തെ പോലെ അത്രത്തോളം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത ഒരാളെന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് മാറ്റം ഉണ്ടാവുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്തകളിലേക്ക് നമുക്ക് പോവാം. കാരണം രാഷ്ട്രീയ ചിന്തകളെന്ന് പറയുമ്പോൾ ഖാദിയായ, പണ്ഡിതനായ, ഉസ്താദായ, മിനിസ്റ്ററും സെനറ്ററുമായിരുന്ന ഒരാളുടെ വീക്ഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ് മുഴുവനും ഷെറഈ വിശദീകരണങ്ങളായിരുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ രചനകളിലെല്ലാം, തഫ്സീറിലടക്കം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള രചനകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പെർസ്പെക്റ്റീവാണ്, ഷെറഈ പെർസ്പെക്റ്റീവാണ്. കാരണം ഒരു നിയമവിദഗ്ധൻ ആയി എന്നതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലാണ് വിഷയങ്ങളെ അദ്ദേഹം കണ്ടത്. 1875-76 കാലഘട്ടങ്ങളിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ ഉണ്ടാവുകയും പിന്നീട്
സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് ഭരണഘടന അതുപോലെ തന്നെ പാർലമെൻറ്റിനെയൊക്കെ നീക്കം ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു സാഹചര്യത്തിൽ പൊതുവായി ചിന്തിക്കുന്ന അന്നത്തെ ഉൽപ്പതിഷ്ണു എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാർക്കിടയിലെല്ലാം സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് അത് അതോറിറ്റേറിയനായി മാറുന്ന ഒരു ഇമേജായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷണലിസം, ഭരണഘടനാവാദം, അത് ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായി മാറണം എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാദം തന്നെയായിരുന്നു. അദ്ദേഹം പറയുന്നത് ഖിലാഫത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയകളിൽ ഒന്നാണ് അതിനൊരു ഭരണഘടന ഉണ്ടാവുക. എന്നാൽ മാത്രമേ ഖലീഫ ചോദ്യം ചെയ്യപ്പെടുകയുള്ളൂ. കാരണം ഖലീഫ എന്നത് നിയമത്തിൻ്റെ മുകളിലല്ല, നിയമത്തിൻ്റെ ശറഈ നിയമവിധികൾ അനുസരിക്കപ്പെടേണ്ട, അതിനെ മാനിക്കേണ്ട, റെസ്പോൺസിബിളായ, അക്കൗണ്ടബിളായ ഒരാളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ കൂടി പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു പുതിയ ഭരണകൂടം സ്ഥാപിക്കുമ്പോൾ അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, അതുപോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാടിസ്ഥാനത്തിലുള്ള ഒരു ഗവൺമെൻറ് വേണം, അതിൻ്റെ കൂടെ ഖിലാഫത്ത് വേണം. ഖിലാഫത്ത് എന്ന് പറയുന്നത് ഇതൊരു സുപ്രീം അതോറിറ്റി എന്ന നിലയിൽ ആണെങ്കിൽ പോലും അതിൻ്റെ കീഴിൽ തന്നെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ്റിൻ്റെ അത്യാവശ്യം അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ മാത്രമേ ശരിയായ ഖിലാഫത്ത് കൊണ്ട് നടത്താൻ പറ്റുകയുള്ളൂ. എന്നാൽ മാത്രമേ ഖലീഫ എന്നത് ചോദ്യം ചെയ്യപ്പെടാനും ഉത്തരവാദിത്തം നിറവേറ്റപ്പെടാനുമുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തം നിറവേറ്റാനുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ആശയം രൂപപ്പെടുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ തഫ്സീറുകളിലും ബാക്കിയുള്ള രചനകളിലും നമുക്ക് കാണുവാൻ കഴിയും. ഖിലാഫത്ത് എന്നത് അവിടുത്തെ ഒരു ജസ്റ്റ് ഗവർണൻസ് നിലനിർത്തുവാനുള്ള ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുവാനുള്ള, കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റെടുക്കുവാനുള്ള, അക്കൗണ്ടബിലിറ്റി നിർവഹിക്കുവാനുള്ള ഒരു ഭരണ സംവിധാനം ആണ് ഖിലാഫത്ത്. അതുകൊണ്ട് തന്നെ അത് നിയമത്തിൻ്റെ കീഴിൽ തന്നെ വരേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ആധുനികതാ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞ മറ്റൊരു പോയിന്റ്, പ്രധാനമായി പറഞ്ഞ മറ്റൊരു ചിന്ത എന്ന് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഖുലഫാഉർ റാഷിദയുടെ ഒരു മോഡേൺ പ്രാതിനിധ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു മെത്തേഡിലൂടെ വരുമ്പോൾ അവിടെ ഒരു കൺസൾട്ടൻസി, ഷൂറ സംവിധാനം രൂപപ്പെടും. എല്ലാവർക്കും പ്രാതിനിധ്യമുള്ള ഒരു രീതി അവിടെ ഉണ്ടാകും. എല്ലാവരുടെയും സ്വരം ഭരണഘടനയിലും ഭരണകൂടത്തിലും ഉയർന്ന് കേൾക്കപ്പെടും എന്നൊക്കെയായിരുന്നു അദ്ദേഹം ചിന്തിച്ചത്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം നിരീക്ഷിച്ചു സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് ഭരണഘടനാ പരിഷ്കാരങ്ങളൊക്കെ തള്ളുകയും അതൊക്കെ ഇല്ലായ്മ ചെയ്തോടും കൂടി ഉമയ്യ ഡൈനാസ്റ്റിക്ക് ശേഷം പിന്നീട് സംബന്ധിച്ച അതോറിറ്റേറിയൻ നിലപാടിലേക്ക്, ഒരു വ്യക്തിഭരണം, കുടുംബഭരണം, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിയതുപോലെ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിൻ്റെ കാലഘട്ടം ഇസ്തിബിദാദ്, ഒരു അതോറിറ്റേറിയൻ നിലപാട്, സ്വേച്ഛാധിപത്യത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറി എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് ഇദ്ദേഹം എത്തുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ ഭാഗത്ത് തന്നെ അദ്ദേഹം ഖുർആനിലെ ഉലുൽ അംർ എന്ന് പറയുന്ന ചർച്ച അദ്ദേഹത്തിൻ്റെ കൃതികൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഉലുൽ അംർ എന്ന വിഷയത്തിൽ അത് ഭരണകർത്താവിനോടുള്ള അങ്ങേയറ്റം ബ്ലൈൻഡായ, അന്ധമായ ഒരു കീഴ്വണങ്ങലല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് എന്ന അന്നത്തെ ഖലീഫ, അല്ലെങ്കിൽ ഏതൊരു ഖലീഫയാണെങ്കിലും അദ്ദേഹം ഭരണഘടനയ്ക്കും നിയമത്തിനും എല്ലാ ശരീഅത്തിൻ്റെയും കീഴിലുള്ള ആളാണ്. ജനങ്ങളുടെ അവരെ സെർവ് ചെയ്യേണ്ട, സേവിക്കേണ്ട ആളാണ്. ഉമ്മത്തും ഹുക്കൂമത്തും, മുസ്ലിം കമ്മ്യൂണിറ്റിയും ഭരണ സംവിധാനവും ഇതിൻ്റെ ഇടയിൽ ബാലൻസ് ചെയ്യേണ്ട നിലപാടാണ് ഖലീഫയ്ക്കുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും അനിവാര്യമായ മേഖലകളിൽ എല്ലാം പണ്ഡിതന്മാരുമായി കൺസൾട്ട് ചെയ്യേണ്ട, ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട, അതിന് ഉത്തരവാദിത്തമുള്ള ആളാണ് ഖലീഫ. സ്വന്തമായി തീരുമാനങ്ങൾ പറയുകയും അത് ശറഈ വിരുദ്ധമായി മാറുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടുള്ളതല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഒരേ ഒരാൾ മാത്രമേ ഒരു ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു നിയമദാതാവേ ഉള്ളൂ, അള്ളാഹു മാത്രമാണ്.
ബാക്കിയുള്ളവരെല്ലാവരെയും ചോദ്യം ചെയ്യുകയും അവരെ അക്കൗണ്ടബിളായി കണക്കുകൂട്ടുകയും ചെയ്യാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തഫ്സീറിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് അൽ അംറു ബിൽ മാറൂഫ് വന്നഹി അനിൽ മുൻകർ എന്ന് പറയുന്നതെല്ലാം അത് ലീഡർ അനിവാര്യമായും ചെയ്യേണ്ടതാണ്. ചെയ്യാത്ത സാഹചര്യത്തിൽ ലീഡറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാം എന്ന് പോലും അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ പ്രധാനമായും പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ തീക്ഷ്ണമായ തരത്തിൽ അന്നത്തെ ഖിലാഫത്തിന് തന്നെ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിൻ്റെ ഭരണകൂടത്തെ തന്നെ ഇത്രയും തീക്ഷ്ണമായ തരത്തിൽ വിമർശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം 1876 ഉണ്ടാക്കിയ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില വാചകങ്ങളുണ്ടായിരുന്നു. സുൽത്താനിന് ഒരു മുഖദ്ദസ്, ഒരു സേക്രഡായ ഒരു പവിത്രമായ ഒരു പൊസിഷൻ നൽകുന്ന, അതുപോലെ തന്നെ സുൽത്താൻ എന്ന് പറയുന്ന ഗൈർ മസ്ഊൽ, ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരാളെന്ന നിലയിലുള്ള വിശദീകരണം, അതൊക്കെയും ശരിയല്ല എന്നും അങ്ങനെയൊക്കെ ആവുന്നതോടുകൂടി സുൽത്താൻ അല്ലെങ്കിൽ ഖലീഫയെ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരു ആളായി ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു തരത്തിൽ വ്യത്യസ്തമായ ചിന്ത മുന്നോട്ട് വെച്ചതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ അദ്ദേഹം അന്നത്തെ പ്രമുഖമായ ജേണലായിരുന്ന ബയാനുൽ ഹഖിൽ ഈ ഒരു വിശദീകരണം തരുന്നുണ്ട്, എങ്ങനെ ഖലീഫ പ്രവർത്തിക്കണമെന്ന്. അദ്ദേഹം പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖലീഫ എന്നത് ഉമ്മത്തിൻ്റെയും മുസ്ലിം സമൂഹത്തിൻ്റെയും ഖലീഫ അള്ളാഹുവിൻ്റെയും ഒരേ സമയം പ്രതിനിധിയാണ്. അതായത് അള്ളാഹുവിൻ്റെയും മുസ്ലിം സമൂഹത്തിൻ്റെയും പ്രതിനിധിയാണ് ഖലീഫ. ആ പ്രാതിനിധ്യം സ്വീകരിക്കാത്തിടത്തോളം കാലം, അതായത് ഏതെങ്കിലും തീരുമാനം നടപ്പിലാക്കുകയും അള്ളാഹുവിൻ്റെ സുന്നത്തിൻ്റെയോ ശറഈ വിരുദ്ധമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി ആ ഖലീഫയെ, ആ ഇമാമിനെ, അദ്ദേഹം ഇമാം എന്നുള്ള പദങ്ങളൊക്കെ കൊണ്ടാണ് വിശദീകരിക്കുന്നത്, ആ സ്ഥാനത്ത് നിന്ന് പോലും മാറ്റുവാനുള്ള അധികാരം പൊതുജനങ്ങൾക്കുണ്ട്. അത് ഉണ്ടാവണമെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സംവിധാനം രൂപപ്പെടേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഫാമിലി കേന്ദ്രീകൃതമാകുമ്പോൾ അത് നടക്കുകയില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതൊരു ഒരു സ്പിരിച്വൽ അതോറിറ്റി എന്നതിൻ്റെ അപ്പുറം ടെമ്പററി പൊസിഷനാണ് ഖിലാഫത്ത്. ഒരാൾ ഒരിക്കൽ ഖലീഫയായി കഴിഞ്ഞാൽ അയാളുടെ മരണാവസാനം വരെ ഖലീഫ ആവേണ്ടതില്ല. അദ്ദേഹം അക്കൗണ്ടബിൾ ആവുന്നതോടുകൂടി അത് എപ്പോഴും ചെക്ക് ആൻഡ് ബാലൻസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം എന്ന നിലയിലാണ് അദ്ദേഹം ഈ ഒരു സംവിധാനത്തെ വിശദീകരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പിന്നീട് യുവതുർക്കിയുടെ കാലത്തിലുണ്ടായ ഭരണഘടനാ ഭേദഗതിയുടെ ആ മുഅദ്ദൽ ഖാനൂൻ അസാസി വൽ ഇന്തിഹാബിൽ മഅസൂബൻ ഖാനൂൻ എന്ന് പറയുന്ന ഒരു രേഖ, ഡോക്യുമെൻ്റ് ഇവരുടെ യുവതുർക്കിയുടെ കാലത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രചിക്കപ്പെടുന്നുണ്ട്. ഇദ്ദേഹം തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു രചയിതാവ്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഈ മാറ്റങ്ങളെക്കുറിച്ച് ആ ഡോക്യുമെൻറ്റിൽ വിശദമായി തന്നെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ലീഡർ എന്ന് പറയുന്നത്, ഒരു ഖലീഫ എന്നത് ഫിത്രത്തിൻ്റെ ആവശ്യമാണ്. അതായത് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ നിലനിൽക്കേണ്ടത് മനുഷ്യൻ്റെ പ്രകൃതിയാണ്. ഒരു പ്രകൃതി ഒരു ലീഡർഷിപ്പിനെ ആവശ്യപ്പെടുന്നു. അതൊരു യൂണിവേഴ്സലായ ഒരു പ്രതിഭാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ലീഡർഷിപ്പ് എന്നത് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ അത് ഖിലാഫത്ത് എന്ന ഒരു പൊസിഷൻ ആണ് എന്ന രീതിയിലേക്ക് അദ്ദേഹം വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ ഫിത്ര ശരീഅത്തിനെ ആവശ്യപ്പെടുന്നു. ഫിത്ര എന്നത് ഒരു മനുഷ്യൻ നിയമ സംവിധാനത്തെ ആവശ്യപ്പെടുന്നു. ഈ നിയമ സംവിധാനം ഗവൺമെൻറ്റിനെ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഫിത്രത്തിനെയും ശരീഅത്തിനെയും കൂടി സംയോജിപ്പിക്കുന്ന സംവിധാനമാണ് ഭരണ സംവിധാനം, ഭരണകൂടം എന്നത്. ആ ഭരണകൂടം ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അത് ഖിലാഫത്താണ്. അപ്പോൾ അത് ജനങ്ങൾക്ക് അക്കൗണ്ടബിൾ ആയ ഒരു സംവിധാനമാണ്. കാരണം ജനങ്ങളുടെ ഫിത്രത്ത് എന്ന് പറയുന്നത് അതിനെ സംരക്ഷിക്കേണ്ട കടമ ഭരണകൂടത്തിനുണ്ട്. അതിന് ശരീഅത്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട മീഡിയം. ഇത് വേണ്ട രീതിയിൽ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഖലീഫയുടെ ഉത്തരവാദിത്തം എന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഡോക്യുമെൻറ്റിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയുന്ന പോസ്റ്റ് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ചരിത്രത്തിൽ വളരെ ഖലീഫയോടെ കൂടെ തന്നെ അപ്രമാദിത്വമുള്ള ഒരു പൊസിഷനായിരുന്നു. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ്റിൻ്റെ ചർച്ച വരുന്ന സാഹചര്യത്തിൽ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചർച്ച വരുമ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുള്ള ജസ്റ്റിസ് എന്ന മിനിസ്റ്ററി രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഷെയ്ഖുൽ ഇസ്ലാം.
ആ ഷെയ്ഖുൽ ഇസ്ലാം ഖലീഫ എപ്രകാരം നിയമത്തിൻ്റെ വിധേയനാവുന്നു അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാമും പോലും നിയമത്തിൻ്റെ വിധേയനായ ആളാണ് എന്ന രീതിയിൽ അദ്ദേഹം ഈ ഒരു വിശദീകരണം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ശരീഅത്തിൻ്റെ വിവിധ രീതികളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതായത് ശരീഅത്തിൻ്റെ രീതികൾ വിശദീകരിക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ശരീഅത്ത് എന്ന് പറയുന്നത് അത് 2 തരത്തിലാണ്. ഒരേ സമയം നിയമങ്ങൾ മാറ്റാൻ കഴിയാത്ത ഒരു ടൈം, സ്പേസ്, ജനങ്ങൾ, സാഹചര്യം എന്നൊക്കെ കൊണ്ടും ഒരു തരത്തിൽ മാറ്റാൻ കഴിയാത്തതാണ് ഒരു ഭാഗം. അത് നമുക്കറിയാം, ഇസ്ലാമിലെ പ്രധാനപ്പെട്ട നിയമ സംവിധാനങ്ങളൊക്കെയും ആ ഒരു തരത്തിലാണ്. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് അത് തഗൈറുൽ ഫത്വ ബി തഗൈറുൽ സമാൻ വൽ മക്കൻ എന്ന് പറയുന്നത് പോലെ കാലത്തിൻ്റെയും സമയത്തിൻ്റെയും ആൾക്കാരുടെയും അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് കൊണ്ടിട്ടുള്ള മാറ്റം സംഭവിക്കും എന്ന തരത്തിൽ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ഇനത്തിലാണ് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവർണൻസിനെ കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ വിവിധ രചനകളിൽ മഷൂരിയത്തൻ, ജുംഹൂരിയത്തെ, മക്കാരൽ എന്ന് പറയുന്ന ആർട്ടിക്കിളുകളുടെ കളക്ഷൻ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ആ ആർട്ടിക്കിളിൽ തന്നെ ഇസ്ലാമിനെ കുറിച്ച് വളരെ വിപ്ലവകരമായ ചിന്തകൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇസ്ലാം ഒരിക്കലും പ്രോഗ്രസ്സിന് തടസ്സം നിൽക്കുന്നതല്ല. കാരണം പ്രോഗ്രസ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അത് ഇസ്ലാമിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഈ വളർച്ച എന്ന് പറയുന്നത് നെഗറ്റീവായ കാര്യങ്ങളുടെ ഒരു ഉദ്ധാനമല്ല. അതായത് ഇമ്മോറൽ കാര്യമായ സദാചാര വിരുദ്ധമായ അധാർമികമായ കാര്യങ്ങളുടെ ഒരു അതിപ്രസരം അത് സമൂഹത്തിൻ്റെ തകർച്ചയിലേക്ക് നയിക്കും എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പ്രിസർവേഷനുമായി ബന്ധപ്പെട്ടും കൂടുതൽ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തയുടെ ഭാഗമായി തന്നെ ഖിലാഫത്തിനുള്ളിലെ വ്യക്തികളുടെ വളർച്ചയെക്കുറിച്ച്, ഇൻഡിവിജ്വൽ വളർച്ച, അവരുടെ എല്ലാ മേഖലയിലുള്ള വളർച്ച, ഒരു ശരിയായ സാമൂഹിക സോഷ്യൽ എൻവയോൺമെൻറ്റിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് സോഷ്യലായ, മോറലായ, ധാർമ്മികപരമായ, സാമൂഹ്യപരമായ, സാംസ്കാരികപരമായ എല്ലാ പരിസരങ്ങളും ഒരുപോലെ ഒത്തുവരേണ്ടതുണ്ട്. ഇസ്ലാമിക അധ്യാപനങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട ചാലകശക്തിയാണ് എന്ന് അദ്ദേഹം ആ ആർട്ടിക്കിളിൽ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ ഒരു സംരക്ഷണത്തിന് അദ്ദേഹം പറയുന്നത് അത് നടക്കുന്നത്, മനുഷ്യ സമൂഹത്തിൻ്റെ സംരക്ഷണവും അതിൻ്റെ പ്രിസർവേഷനും ഒരു നൈരന്തര്യവും സംഭവിക്കുന്നത് നാഗരികതയിലൂടെയാണ്. ഈ നാഗരികത അളന്ന് തിട്ടപ്പെടുത്തുന്നത് നീതിയുടെ അടിസ്ഥാനത്തിലാണ്. ഈ നീതി എന്ന് പറയുന്നത് അത് ശരിയായ നീതി ഉണ്ടാകുമ്പോൾ മാത്രമേ നാഗരികത വേണ്ട രീതിയിൽ നിലനിൽക്കുകയുള്ളൂ. എന്നിട്ട് ഈ ഒരു തിയറി അദ്ദേഹം പറയുന്നത് ശരിയായ നീതി അത് മാൻമേഡ്, മനുഷ്യനിർമ്മിതമായ നിയമവ്യവസ്ഥകൾക്ക് ശരിയായ നീതി അത് പ്രസരണം ചെയ്യുവാൻ കഴിയുകയില്ല. പകരം അള്ളാഹുവിൻ്റെ ശരീഅത്തിൻ്റെ നീതിക്ക് മാത്രമേ, ശരീഅത്തിൻ്റെ നിയമ സംവിധാനത്തിന് മാത്രമേ ശരിയായ നീതി പ്രൊവൈഡ് ചെയ്യാൻ കഴിയൂ എന്ന് അദ്ദേഹം ആ ഒരു ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞിട്ടാണ് ഷൂറ സംവിധാനത്തെക്കുറിച്ച് പറയുകയും അതിൻ്റെ കൂടെ പിന്നീട് പാർലമെൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമ വ്യവസ്ഥയെക്കുറിച്ചുമെല്ലാം അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇങ്ങനെയുള്ള നിരവധി ചിന്തകൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയക്കാരനായ, രാഷ്ട്രീയ മേഖലയിൽ സജീവമായി ഇടപെട്ട, അതുപോലെ തന്നെ സാമൂഹ്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞ, ഖിലാഫത്തിൻ്റെ തന്നെ അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു വെച്ച ഒരാളും കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ യൂറോപ്യൻ സമൂഹവുമായിട്ട് നിരന്തര ബന്ധം സൂക്ഷിക്കണമെന്നും അവരുമായിട്ടുണ്ടാക്കിയ ഖിലാഫത്ത്, അവരുമായിട്ടുണ്ടാക്കിയ എല്ലാ തരത്തിലുമുള്ള ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര കരാറുകൾ അത് അന്താരാഷ്ട്രീയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ, നീതിയുടെ അടിസ്ഥാനത്തിൽ അത് സംരക്ഷിക്കപ്പെടണം എന്ന് വാദിച്ച ആളും കൂടിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഉസ്മാനിയ ഖിലാഫത്തിനുള്ളിലുള്ള മുസ്ലിം, നോൺ മുസ്ലിം സമൂഹത്തെക്കുറിച്ചും അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ രൂപീകരണം മുതൽ ഇന്ന് വരെയും നോൺ മുസ്ലിം, മുസ്ലിം എന്ന് പറയുന്ന
ആ ഒരു വിഭാഗം തന്നെ നീതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. ഈക്വലായ അധികാരം അല്ലെങ്കിൽ പ്രാതിനിധ്യം എല്ലാവർക്കും ഖിലാഫത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഇൻസ്പിറേഷൻ അത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് എന്നതുകൊണ്ടാണ് അവർക്ക് ഫെയറായ വളരെ നല്ല മെച്ചപ്പെട്ട നീതി പ്രൊവൈഡ് ചെയ്യുവാൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഖിലാഫത്തിൻ്റെ ലീഗൽ വ്യവസ്ഥയെക്കുറിച്ചിട്ടുള്ള ചർച്ച അദ്ദേഹം നടത്തുന്നുണ്ട്. ലീഗൽ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഖുർആൻ ഹദീസ് എന്ന 2 ടെക്സ്റ്റുകളിൽ നിന്ന് തന്നെയാണല്ലോ ശരീഅത്ത് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ലീഗൽ സംവിധാനം രൂപപ്പെടുന്നത്. അതിനുശേഷം പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ സമയകാല സാഹചര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അന്നുള്ള പണ്ഡിതന്മാർ ഇജ്തിഹാദിൻ്റെ ഒരു ആവശ്യകതയെ മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. ആ ഇജ്തിഹാദിൻ്റെ ആവശ്യകതയാണ് ശരീഅത്തിനെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനെ ഇസ്ലാമിൻ്റെ ലീഗൽ സംവിധാനത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ വിശദീകരണം എന്നതിൽ അദ്ദേഹം പറയുന്നു, ഖുർആൻ ഈ 2 സംവിധാനത്തെയും ഇജ്തിഹാദിനെ യുക്തി ഉപയോഗിക്കാനുള്ള മനുഷ്യൻ്റെ ശക്തിയെ, മനുഷ്യൻ്റെ അവകാശത്തെ ഖുർആൻ അത് എൻകറേജ് ചെയ്യുന്നതായി അദ്ദേഹം പറയുന്നുണ്ട്. ഒരേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഡിവൈൻ നിയമത്തെയും മനുഷ്യൻ്റെ ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് കാലികമായിട്ടുള്ള ഇസ്ലാമിക വായന നടത്തുവാൻ ആ വായന ഒരു തരത്തിൽ മെറ്റാഫിസിക്കലായി തെറ്റുമ്പോൾ പോലും പുണ്യം ലഭിക്കുന്ന തരത്തിലേക്ക് ഇജ്തിഹാദിൻ്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, തെറ്റുമ്പോൾ പോലും പുണ്യം ലഭിക്കുന്ന തരത്തിലേക്ക് ലീഗൽ വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് കാരണമാവുന്നു എന്ന രീതിയിൽ അദ്ദേഹം അത് വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളിലും അദ്ദേഹത്തിൻ്റെ തഫ്സീർ ആവട്ടെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളുകളുടെ പഠനങ്ങളുടെ കളക്ഷൻ ആവട്ടെ, എല്ലാത്തിലും പ്രധാനമായി മുഴച്ചു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശറഈ ലീഗാലിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫിലോസഫിക്കലായ വിഷയങ്ങളും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഉസൂലുൽ ഫിഖ് പോലുള്ള കിതാബ് അദ്ദേഹം എഴുതുന്നുണ്ട്. ഈ പല രചനകളും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അത് പബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്നില്ല. അതിൽ പ്രത്യേകിച്ച് അവകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളെക്കുറിച്ചുള്ള ഹുഖൂഖ് എന്ന് പറയുന്ന രചന, ഉസൂലുൽ ഫിഖ്ഹിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രചന, അതുപോലെ തന്നെ ദീവാൻ അദ്ദേഹത്തിൻ്റെ വിവിധ ആർട്ടിക്കിളുകളുടെയും മറ്റിൻ്റെയും കളക്ഷനെ കുറിച്ചുള്ള രചനകൾ, ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അത് പബ്ലിഷ് ചെയ്തിരുന്നില്ല എന്ന് കാണാം. ബയാനുൽ ഹഖിലും എഴുതിയ വിവിധ ആർട്ടിക്കിളുകളുടെ കളക്ഷൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഒരേ സമയം ഫിലോസഫിയെക്കുറിച്ച് സംസാരിക്കുന്നു, ഫിഖ്ഹിനെ കുറിച്ചും സംസാരിക്കുന്നു, പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റിനെ കുറിച്ചും സംസാരിക്കുന്നു. ആ പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റിനെ കുറിച്ചുള്ള ഭാഗങ്ങളിൽ ഭരണഘടനാ പരിഷ്കാരത്തെക്കുറിച്ചും അതിൻ്റെ കൂടെ അന്നത്തെ ഖിലാഫത്തിൻ്റെ അവസ്ഥയെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു. പക്ഷേ പിന്നീട് ഇത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്നുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ള ഒരു മാറ്റം ഒരു പക്ഷേ അദ്ദേഹം കമാൽ പാഷയുടെയും യുവതുർക്കികളുടെയും കയ്യിൽ ഒരു പാവയായി മാറി എന്നുള്ള ഒരു തിരിച്ചറിവ് കൊണ്ടാവാം. കാരണം ഖിലാഫത്തിൻ്റെ തന്നെ തകർച്ചയിലേക്ക് നയിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ യുവതുർക്കികളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും അവരുടെ പലതരം ഗൂഢാലോചനകളും പലവിധ കാര്യങ്ങളും തന്നെയാണ്. അവർ പ്രധാനമായും ഉപയോഗിച്ചത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതന്മാരുടെ അറിവ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫത്വകളായിരുന്നു. ആ ഫത്വ പുറപ്പെടുവിച്ച ഒരാളായിരുന്നു ഹംദി യസർ എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ ചരിത്ര പുരുഷൻ. ഒരുപക്ഷെ അദ്ദേഹം അവരുടെ കീഴിലെ ഒരു പാവയായി മാറി, അല്ലെങ്കിൽ കമാൽ പാഷയുടെയും യുവതുർക്കികളുടെയും രാഷ്ട്രീയ താല്പര്യത്തിന് ഉപയോഗിക്കപ്പെട്ട ഒരു ആയുധമായി മാറി എന്നുള്ളൊരു തിരിച്ചറിവാവാം. അതുപോലെ തന്നെ അദ്ദേഹം പ്രതീക്ഷിച്ച ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ്, ഖിലാഫത്തിൻ്റെ അധികാര സ്ഥാനം തന്നെ നിലനിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു ഭരണ സംവിധാനം പിന്നീട് കണ്ടില്ല എന്നതും യൂറോപ്പിനൈസേഷൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഇമ്പോർട്ട് ഇറക്കുമതി നേരിട്ട് കണ്ടതിൻ്റെയും വേദനയിൽ നിന്നാവാം അദ്ദേഹം പിൽക്കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറിയത്. എന്തു തന്നെയാണെങ്കിലും ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ചരിത്രത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ സുപ്രധാന നിമിഷങ്ങൾക്ക് കാരണക്കാരനായ
അതുപോലെ തന്നെ അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയെക്കുറിച്ചും കോൺസ്റ്റിറ്റ്യൂഷണലിസത്തെക്കുറിച്ചും കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവർണൻസിനെ കുറിച്ചുമുള്ള ചർച്ചകൾക്ക് കൂടുതൽ ആക്കം നൽകിയ ഒരു പണ്ഡിതനും കൂടിയാണ് ഷെയ്ഖ് മുഹമ്മദ് ഹംദി യസീർ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.